ഹലോ. ചില കമ്പനികൾ അത് കമ്പനി തുടങ്ങി 5-10 വർഷം കൊണ്ട് വലിയ കമ്പനികളായി മാറുന്നു. വേറെ ചില കമ്പനികൾ 10-20 വർഷം എടുത്തിട്ട് 20 വർഷമൊക്കെ എടുത്തിട്ടാണ് വലിയ കമ്പനികളാകുന്നത്. വേറെ ഒരു കൂട്ടം കമ്പനികൾ വളരെ അതിന്റെ ഏർലി സ്റ്റേജിൽ തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കമ്പനി ക്ലോസ് ഡൗൺ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഭൂരിഭാഗം കമ്പനികളും ഇതിലൊന്നും വരാതെ വലിയ ലാഭമൊന്നും ഉണ്ടാക്കാതെ ഒരു ആവറേജ്, ഭയങ്കര ലാഭമില്ല എന്നാൽ അതിന്റെ ഒരു ബ്രേക്ക് ഈവൻ കഴിഞ്ഞ് ചെറിയ എമൗണ്ടൊക്കെ ബാക്കിയായി ഇങ്ങനെ ജീവനക്കാർക്ക് സാലറി കൊടുത്തു ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ഇതില് ഓരോ കാറ്റഗറിയിലും വരാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? എല്ലാവർക്കും അങ്ങനെ വരാൻ പറ്റുമോ പറ്റില്ലേ? ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഈ കമ്പനികളുടെ വളർച്ചയെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തതിനെ നമുക്ക് ഒരു പ്യുവർ ഓർഗാനിക് ഗ്രോത്ത് എന്ന് വിളിക്കാം. അതിന് നമുക്ക് താരതമ്യം ചെയ്യാവുന്നത് ഒരു മരത്തിൽ നിന്ന്, ഒരു പ്ലാവിൽ നിന്നോ മാവിൽ നിന്നോ അതിന്റെ പഴം നിലത്ത് വീണ് അതിന്റെ ആ പഴം നിലത്ത് പൊട്ടി അതിനകത്തുനിന്ന് അതിന്റെ വിത്ത് നിലത്തേക്ക് വീണ് അതിനകത്തുനിന്ന് വിത്ത് മുളച്ചുണ്ടായിട്ട് ആ മുളച്ചുണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് 1-2 മരങ്ങൾ മാത്രം അതിനെ ശക്തി അതിന്റെ മണ്ണിൽ നിന്ന് അതിനുള്ള വളവും കാര്യങ്ങളൊക്കെ ആർജിച്ചെടുത്ത് വലിയ മരമാകുന്ന ഒരു പ്രോസസ്. അതുപോലെയാണ് ഈ പ്യൂർ ഓർഗാനിക് കമ്പനികൾ. ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു കമ്പനി അതിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഉണ്ടാവും. ആ സർവീസിനകത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനകത്തുനിന്ന് കേട്ടറിഞ്ഞ് വരുന്ന ആളുകൾക്കുള്ള സർവീസ് കൊടുത്ത് ആ കമ്പനി വളർന്ന് വലുതായി. ഒന്നുകിൽ അത് വളർന്ന് അങ്ങനെ ഒരു സാധാരണഗതിയിലുള്ള ഒരു വളർച്ചയിലേക്ക് പോകുന്ന അതിന് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അല്ല എന്നുണ്ടെങ്കിൽ വേണ്ടത്ര മരത്തിന്റെ കേസിൽ വേണ്ടത്ര വെള്ളവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ആവശ്യത്തിന് ഉള്ള ഈ കമ്പനി വളരാൻ ആവശ്യമായ റിസോഴ്സ് ഒന്നും കിട്ടാതെ മുരടിച്ച് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം. എന്തായാലും ഈ പ്രോസസ്സാണ് ഒരു പ്യൂർ ഓർഗാനിക് സിറ്റുവേഷൻ ഒരു കമ്പനി വളരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമുക്കതിനെ ഓർഗാനിക് ഗ്രോത്ത് എന്ന് വിളിക്കാം. അതിൽ ഈ മരത്തിന്റെ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മരം വളരുന്ന എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ നിലത്ത് ഈ പഴം പൊട്ടി നിലത്ത് വീണ് പ്യൂർ ഓർഗാനിക്കിൽ പറഞ്ഞ പോലെ നിലത്തുനിന്ന് കിട്ടുന്ന വളവും ഒക്കെ വലിച്ചെടുത്ത് വളരുന്നതിന് പകരം അതിനെ ആവശ്യമായ ഒരു കുഴിയൊക്കെ വെച്ച് അതിനകത്ത് വെച്ച് ആവശ്യമായ ജൈവവളമൊക്കെ കൊടുത്ത് വളർത്തുന്ന ഒരു രീതി. നമ്മൾ കമ്പനിയുടെ കേസ് പറയുകയാണെങ്കിൽ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, ചെറിയ രൂപത്തിൽ പരസ്യങ്ങളൊക്കെ കൊടുത്തു, ക്ലാസിഫൈഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പത്ര പരസ്യമൊക്കെ കൊടുത്ത് ആളുകളെ ആകർഷിച്ച് അതിനകത്ത് കിട്ടുന്ന പണം തന്നെ അതിനെ മിച്ചം പിടിച്ച് അതിനകത്ത് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വളരുന്ന ഒരു രീതി, ഒരു ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറയാവുന്ന ഒരു ശൈലിയിൽ വളരുന്ന സ്ഥാപനങ്ങൾ, അത്തരത്തിൽ വളരുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അതാണ് നമ്മുടെ ഈ കമ്പനി വളർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന രണ്ടാമത്തെ തരം വളർച്ച. മൂന്നാമത്തതിനെ നമുക്ക് ഓർഗനൈസ്ഡ് ഗ്രോത്ത് എന്ന് പറയാം. ഇതിൽ ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ ഈ മരത്തിന്റെ കേസ് പറഞ്ഞ പോലെ ഈ കേസിൽ നമ്മൾ മണ്ണ് പരിശോധന നടത്തി അനുയോജ്യമായ മണ്ണാണോ അല്ലെങ്കിൽ അതിനെ എന്ത് കാര്യം ചെയ്താലാണ് ആ മണ്ണ് കൂടുതൽ അനുയോജ്യമാവുക എന്ന് കണ്ടെത്തി ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായ അകലം പാലിച്ച് ആവശ്യത്തിന് രാസവളമൊക്കെ ചേർത്ത് കൃത്യമായി നനക്കാനും ഒക്കെ സംവിധാനം ഉണ്ടാക്കി ഒരു മരത്തിനെ വളർത്തിയെടുക്കുന്ന ഒരു പ്രോസസ് പോലെ ബിസിനസ്സിനകത്ത് അതിന്റെ തുടക്കത്തിൽ SWOT അനാലിസിസ് നടത്തി ആവശ്യമായ പ്ലാനിങ്, ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ ചെയ്ത് അതിനുള്ള അന്തരീക്ഷം, ഇപ്പം ചില കേസിൽ ആളുകളുടെ മൈൻഡ് സെറ്റ് പ്രൊഡക്റ്റിന് വേണ്ടി സർവീസിന് വേണ്ടി റെഡിയാക്കുന്നതിനുള്ള അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഓർഗനൈസ്ഡ് രൂപത്തിൽ ബിസിനസിനെ വളർത്തുന്ന ഒരു ശൈലി. ഇത്തരം ഈ രൂപത്തിലെ കമ്പനികൾ വളർത്തുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റൽ റിസോഴ്സ്, അത്തരം കാര്യങ്ങളിലും കൂടി ക്യാപിറ്റൽ റിസോഴ്സ്, അതേപോലെ മറ്റ് നല്ല ക്ലാസ് ഓരോ ജോലിയും ചെയ്യാൻ അനുയോജ്യമായ തരത്തിലുള്ള എംപ്ലോയീസിനൊക്കെ അതേപോലെ ഇന്റലക്ച്വൽ റിസോഴ്സിനൊക്കെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു കമ്പനിയെ വളർത്തുന്ന ഒരു ശൈലിയാണ്. അതാണ് നമ്മളൊരു ഓർഗനൈസ്ഡ് ഗ്രോത്ത് എന്നുള്ള രൂപത്തിൽ പറയുന്നത്. പക്ഷെ പലപ്പോഴും കമ്പനികളൊന്നും അത്തരത്തിലുള്ള ഒരു ഓർഗനൈസ്ഡ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാറില്ല എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അതിന് പൊട്ടൻഷ്യലുള്ള കമ്പനികൾ പോലും ഈ ഒരു ഓർഗനൈസ്ഡ് തലത്തിലേക്ക് വളരാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട്ടിൽ വിജയിച്ചതായി നാം കാണുന്ന വളരെ സക്സസ്ഫുൾ എന്ന് നാം മനസ്സിലാക്കുന്ന ബിസിനസ്സുകളൊക്കെ ഇതേപോലെ ഓർഗനൈസ്ഡ് ആയിട്ട് വിജയിച്ചു വന്ന കമ്പനികളാണ്. ഇനി നാലാമത്തെ കാറ്റഗറി, അതിനെ നമുക്ക് ഓഗ്മെന്റഡ് എന്ന് വിളിക്കാം. എന്താണ് ഓഗ്മെന്റഡ് ആയിട്ട് ഒരു വളർച്ച ഉണ്ടാകുന്ന ഒരു സ്ഥാപനത്തിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക? നമുക്ക് അതിനെ താരതമ്യം ചെയ്യാവുന്നത് നേരത്തെ പറഞ്ഞ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു മരത്തിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വളരെ ഇപ്പോൾ നമ്മൾ ഈ
പിന്നെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കൃഷി രീതികളുണ്ട്. ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് ഒരു പ്രത്യേക വിത്തൊക്കെ സെലക്ട് ചെയ്ത് അതിനകത്തുള്ള പ്രോസസ്സുകളെല്ലാം എല്ലാ പ്രോസസ്സിനകത്തും പിന്നെ അതിന്റെ ഒരു എന്താ പറയാ ഇടപെടലുകൾ നടത്തി അതിന്റെ പ്രോസസ്സിനെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് വളരെ ഹൈ ഈൽഡ് ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള കൃഷി രീതികൾ ഇന്ന് അവൈലബിൾ ആണ് ടെക്നോളജി ഉപയോഗിച്ചിട്ട്. നമുക്ക് ഇന്ന് കാണാവുന്ന കമ്പനികളുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോളജി കമ്പനീസ് ഒക്കെ ഇതേപോലുള്ള ഒരു ഓഗ്മെന്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് വളർന്നത്. ഇപ്പോൾ ഫേസ്ബുക്ക് വളരെ ചെറിയ കാലം കൊണ്ട് വലിയ വാല്യുവേഷനുള്ള കമ്പനികളൊക്കെ ഇത്തരത്തിലുള്ള ഇതിനകത്താണ് രൂപപ്പെടുത്തി വന്നിട്ടുള്ളത്. ഇത് ഈ ഒരു രൂപത്തിൽ കമ്പനികളെ വളർത്തുന്ന, അത് ടെക്നോളജിയിൽ മാത്രമല്ല, ടെക്നോളജി അല്ലാത്ത കമ്പനികളും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഓഗ്മെന്റഡ് എന്ന് നമുക്ക് വിളിക്കാവുന്ന ശൈലിയിൽ വളരെ വളരെ പെട്ടെന്ന് ഒരു 5 വർഷം കൊണ്ട് 10 വർഷം കൊണ്ടൊക്കെ ബില്യൺസ് വാല്യുവേഷനുള്ള കമ്പനികളായിട്ട് വളർന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വാട്സാപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഏറ്റവും ലാസ്റ്റ് ഫ്ലിപ്കാർട്ടിന്റെയും ഒക്കെ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇതേപോലെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഇൻഡസ്ട്രികളിലകത്ത് ഇതേപോലുള്ള കമ്പനികൾ വളർത്തിയെടുക്കുന്നതാണ്. ഇതാണ് 4ാമത്തെ കാറ്റഗറി. ഇതേപോലെ ഏത് കാറ്റഗറിയിൽ ഏത് രൂപത്തിൽ നമ്മൾ ബിസിനസ് വളർത്തിയെടുക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇനി ഈ ഹൈ ഗ്രോത്ത് നമുക്ക് കഴിയുമെന്ന് കഴിയും, പക്ഷെ അതിന് പിന്നെ സാധിക്കുന്ന ഇൻഡസ്ട്രി സെലക്ട് ചെയ്യണം. അതിന് പിന്നെ കഴിയുന്ന ആ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ആളുകളുമായിട്ട് അതിൽ ഒരു കൂട്ടായിട്ട് ഒരു ടീം വർക്കായിട്ട് അതിലേക്ക് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏത് തലത്തിലുള്ള വളർച്ചയും നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഒരു പ്രിപ്പറേഷനും നമ്മുടെ തയ്യാറും നമുക്ക് അതിലേക്ക് പോകാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗ്രോത്ത് നമുക്ക് ആർജിച്ചെടുക്കാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.